ആദ്യകാലത്ത് ദാരിദ്ര്യം മൂലം രോഗങ്ങൾ ഉണ്ടായെങ്കിൽ ഇപ്പോൾ രോഗം മൂലം ദാരിദ്ര്യമുണ്ടാവുകയാണെന്ന് സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. സാമൂഹികക്ഷേമ സംഘടനയായ നീഡ്സിനെ എൻജിഒയുടെ അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി. KSTA ജില്ലാ സമ്മേളനം ശനിയാഴ്ച വടക്കാഞ്ചേരിയിൽ നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വരവർണ്ണ കൂട്ടായ്മയിൽ നിരവധി കലാപ്രതിഭകൾ പങ്കെടുത്തു. പുതുക്കാട് മുപ്ലിയം റൂട്ടിൽ KSRTC ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. കണ്ടക്ടറെ മർദ്ദിച്ച വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിജയികളെ മുൻകൂറായി നിശ്ചയിക്കുന്ന വിധത്തിൽ വിധികർത്താക്കളെ നിശ്ചയിച്ചുവെന്ന പരാതിയിൽ ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം തുടങ്ങി. നൃത്ത മത്സരങ്ങളുടെ വിധിനിർണ്ണയ പാനലിനെ തെരഞ്ഞെടുക്കാൻ ചുമതലയുള്ള കമ്മിറ്റിയുടെ കൺവീനർ കോഴ വാങ്ങിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. തങ്ങളിൽ നിന്ന് കോഴ വാങ്ങിയെന്നാരോപിച്ച് ലോകായുക്ത, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ ഓഫീസർ എന്നിവർക്ക് രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മത്സരങ്ങൾ ശക്തമായ പോലീസ് നിരീക്ഷണത്തിലാകാനാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തീരുമാനം. പ്രധാന സംഘാടകരും വിധികർത്താക്കളും മത്സര ദിവസങ്ങളിൽ പോലീസ് നിരീക്ഷണത്തിലാകും. ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി സംഘാടകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ആദ്യകാലത്ത് ദാരിദ്ര്യം മൂലം രോഗങ്ങൾ ഉണ്ടായെങ്കിൽ ഇപ്പോൾ രോഗം മൂലം ദാരിദ്ര്യമുണ്ടാവുകയാണെന്ന് സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സാമൂഹികക്ഷേമ സംഘടനയായ നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ക്യാൻസർ സുരക്ഷാ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നീഡ്സിനെ എൻജിഒയുടെ അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. നീഡ്സ് ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, ജനാബ് ഫാസിൽ വലിയുള്ളാഹി അൽ ഖാസുമി, സിനിമാ താരം ഇന്നസെന്റ്, നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. KSTA ജില്ലാ സമ്മേളനം ശനിയാഴ്ച വടക്കാഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ അറിയിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. KSTA ജില്ലാ പ്രസിഡന്റ് ജെയിംസ് പി. പോൾ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന വനിതാ സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KK ശൈലജയും, തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീനും ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ സേവ്യർ ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ K. പ്രമോദ്, KSTA ജില്ലാ സെക്രട്ടറി KS ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗം KC ശശിധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KSTA ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ വരവർണ്ണ കൂട്ടായ്മ നടന്നു. നിരവധി ചിത്രകാരന്മാരും കലോത്സവ പ്രതിഭകളും വരവർണ്ണ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ചിത്രകാരൻ ഡോക്ടർ ഷാജു നെല്ലായി ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. KSTA ഉപജില്ലാ പ്രസിഡന്റ് MB പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചിത്രകാരനായ കുഞ്ഞുണ്ണി കുറ്റുമുക്ക്, NB ലതാദേവി, ഗോപി തിരൂർ, TN വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് മുപ്ലിയം റൂട്ടിൽ KSRTC ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. കണ്ടക്ടറെ വിദ്യാർത്ഥി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പണിമുടക്കിയത്. കണ്ടക്ടറെ മർദ്ദിച്ച വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ജീവനക്കാർ നടത്തിവന്ന സമരം പിൻവലിക്കുകയായിരുന്നു. വിദ്യാർത്ഥിക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് KSRTC ബസ് ജീവനക്കാർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നേരത്തെ മാർച്ച് നടത്തിയിരുന്നു. പുതുക്കാട് മുപ്ലിയം റൂട്ടിലെ ബസ് ജീവനക്കാരനായ ചിമ്മിനി ഡാം സ്വദേശി പൊടിപ്ലാക്കൽ റോബിക്കാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് പുതുക്കാട് വെച്ചാണ് സംഭവം. ചില്ലറ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കണ്ടക്ടറെ മർദ്ദിച്ച വിദ്യാർത്ഥിയെ യാത്രക്കാരുടെ സഹായത്തോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇതേസമയം വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുക്കാതെ വിട്ടയക്കുകയും കണ്ടക്ടർക്കെതിരെ കേസെടുക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കിയത്. അതേസമയം സമരത്തിനിടെ യാത്രക്കാരനായ മൂത്രത്തിക്കര സ്വദേശി സുബീഷിനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി ഉയർന്നിട്ടുണ്ട്. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ 9 മുതൽ യൂണിറ്റുകളിൽ നിന്ന് അമ്പെഴുന്നള്ളിപ്പ് ഉണ്ടാകും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച ഫാദർ പോൾ തേക്കാനത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി നടക്കും. ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് ഫാൻസി വെടിക്കെട്ടും ഉണ്ടാകും. എറവ് കപ്പൽ പള്ളിയിൽ വിശ്വാസത്തിന്റെ പനിനീർ പുഷ്പങ്ങൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളെത്തി. പള്ളിയിലെ തിരുനാളിന് മുന്നോടിയായി ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗത്തിൽ നിന്ന് പനിനീർ പുഷ്പങ്ങൾ വർഷിച്ചു എന്ന വിശ്വാസത്തിന്റെ ഭാഗമായാണ്
വിശ്വാസികൾക്ക് സൌജന്യമായി റോസാപുഷ്പങ്ങൾ നൽകിയത്. കർണാടകയിലെ ഗ്രാമങ്ങളിൽ നിന്നും ബാംഗ്ലൂർ, ഹൊസൂർ എന്നിവിടങ്ങളിലെ റോസാ പൂന്തോട്ടങ്ങളിൽ നിന്നുമാണ് 15,000-ഓളം റോസാപ്പൂക്കൾ നേരിട്ട് പള്ളിയിൽ എത്തിച്ചത്. ഇടവകയിലെ വീട്ടമ്മമാരാണ് സപ്തവർണ്ണങ്ങളിലുള്ള റോസാപ്പൂക്കൾ വിതരണത്തിനായി ഒരുക്കിയത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ റോസാപുഷ്പങ്ങൾ ആശീർവദിച്ചു. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് എടക്കഴിയൂരിന്റെ നേതൃത്വത്തിൽ വികലാംഗർക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. NK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. MC മുസ്തഫ, A മുഹമ്മദ്, ബക്കർ ആലുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പുന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന സന്ദേശയാത്രയുടെ പ്രചരണാർത്ഥം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. എടക്കഴിയൂർ ലീഗ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിയ ബൈക്ക് റാലി മന്ദലാംകുന്ന് സെന്ററിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയ്ക്കൊപ്പം എടക്കഴിയൂർ കാജ സെന്റർ പരിസരത്ത് സമാപിച്ചു. ജില്ലാ സെക്രട്ടറി EP കമറുദ്ദീൻ കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള മഹിളാ സംഘം ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MA സുമംഗല, സെക്രട്ടറി ഗീതാ രാജൻ, നഗരസഭാ കൌൺസിലർമാരായ ബിന്ദു പുരുഷോത്തമൻ, രമണി പ്രേംനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാങ്ങാട്ടുകര പാന്തോട് റോഡിന്റെ റീടാറിംഗ് നാട്ടുകാർ തടഞ്ഞു. വേണ്ടത്ര ടാർ ഉപയോഗിക്കാതെയാണ് 1/2 കിലോമീറ്ററോളം റോഡ് റീടാർ ചെയ്തതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടാറിംഗ് നടത്തുന്നതിന് മുൻപുള്ള സോളിംഗിൽ റോഡിന്റെ ഇരുവശങ്ങളിലും വേണ്ടത്ര ടാർ ഉപയോഗിക്കാതെയാണ് മെറ്റൽ പാകിയിരുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 900 മീറ്റർ വരുന്ന റോഡ് റീടാറിംഗ് നടത്തുന്നത്. അപാകത കണ്ടുപിടിച്ചതോടെ എഞ്ചിനീയർ, ഓവർസിയർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി തർക്കം പരിഹരിച്ചു. നിർമ്മാണം കഴിഞ്ഞ ഭാഗം പൊളിച്ച് റീടാറിംഗ് വേണ്ടത്ര നടത്താമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, വാർഡംഗം ജ്യോതിരാമൻ തുടങ്ങിയവരും സ്ഥലത്ത് എത്തിയിരുന്നു. ശ്രീനാരായണപുരം ഗോതുരുത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതായി VS സുനിൽകുമാർ MLA അറിയിച്ചു. 6,45 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുക. ലോക ഗണിത വർഷത്തോടനുബന്ധിച്ച് ചാവക്കാട് ഉപജില്ലാ ഗണിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികളായവർക്ക് നഗരസഭാ കൌൺസിലറും ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയുമായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗുരുവായൂർ GUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക PE ലതിക അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കണ്ടശാംകടവ് കേണ്ടസ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ TD പാപ്പച്ചന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. യോഗത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ കക്ഷി നേതാക്കളായ MK സദാനന്ദൻ, VG അശോകൻ, PB ഹരിദാസ്, PK ലാൽ, കേണ്ടസ് ക്ലബ്ബ് പ്രതിനിധി PA ജോസ്, TI ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. തോമസേ, ഞങ്ങൾ ജീവിച്ചു പോണത് എന്നിട്ട് ചായയിലാണ്. മറ്റന്നാൾ ഹനീഫയുടെ പെങ്ങടെ നിക്കാഹണ്. കച്ചേരി പോട്ടി പൊടിക്കണം. ഗിഫ്റ്റ് വാങ്ങണല്ലോ. അത് ചായയുടെ കാശോട്. നമ്മൾ ട്രെയിനീസടാ. എത്ര കഷ്ടപ്പെട്ടു, കിട്ടിയില്ല. ഏട്ടാ, ഗിറ്റാർ എവിടെ? ഗിഫ്റ്റ് വാങ്ങാൻ ഗിറ്റാർ വിറ്റോ? വ്യത്യാസങ്ങൾ വിശ്വാസങ്ങളിൽ മാത്രം. ബന്ധങ്ങൾ എന്നും പൊന്നുപോലെ. ജോസ് ആലുക്കാസ്. ഇത് പൊന്നിൽ തീർത്ത ബന്ധം.
Switch to Cable Point, branded electrical supermarket. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മുൻതൂക്കം നൽകേണ്ടത് അതിന്റെ പരിശുദ്ധിക്കാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ജോസ്കോ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇറക്കുമതി ചെയ്ത 24 ക്യാരറ്റ് തങ്കം ഉപയോഗിച്ച് സ്വന്തം പണിശാലയിലാണ് വിസ്മയ സൗന്ദര്യം തുളുമ്പുന്ന ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ഫയർ റിസൈനിംഗ് ടെസ്റ്റിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോൾമാർക്ക് മുദ്രണത്തിനായി സജ്ജമാക്കുന്നു. നിങ്ങളുടെ കൈകളിൽ എത്തും മുമ്പ് ഓരോ ഹോൾമാർക്ക് സ്വർണ്ണാഭരണത്തിന്റെയും കൃത്യമായ പരിശുദ്ധി ജോസ്കോയുടെ സാങ്കേതിക പരിശോധനയിൽ വീണ്ടും ഉറപ്പാക്കുന്നു. ഇഷ്ടപ്പെട്ട ഡിസൈനുകളിൽ ഇഷ്ടം പോലെ സെലക്ഷൻസ്. ജോസ്കോ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, കർണാടക. ജോസ്കോ, ഹൃദയത്തിലേറ്റിയ യഥാർത്ഥ പരിശുദ്ധി. യൂത്തിലറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വീണ്ടും വാർത്തകളിലേക്ക്. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ തൃശൂരിൽ പെട്രോൾ പമ്പ് ഉപരോധിച്ചു. ബിനി ജംഗ്ഷനിലെ പെട്രോൾ പമ്പാണ് ഉപരോധിച്ചത്. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പിപ്പിൻ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. എലവത്തൂരിൽ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് ബി നേതാക്കളെ ബൈക്ക് തടഞ്ഞു നിർത്തി 3-അംഗ സംഘം ആക്രമിച്ചതായി പരാതി. യൂത്ത് ഫ്രണ്ട് മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി അന്നകര എലവത്തൂർ നടുവിൽ പുരയ്ക്കൽ നിധിൽ, ജോയിന്റ് സെക്രട്ടറി എലവത്തൂർ പോത്തുള്ളി വീട്ടിൽ സുനീഷ് എന്നിവരെയാണ് മർദ്ദിച്ചത്. പരിക്കേറ്റ ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നതിനായി ചില സാമൂഹിക വിരുദ്ധർ ശ്രമിക്കുന്നതായി കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് CS അജിത്ത് പറഞ്ഞു. ആസ്വാദകരെ വിസ്മയിപ്പിച്ച് ചെണ്ടയിൽ നിന്ന് അമ്മ തിരുവടിക്ക് മുന്നിൽ പഞ്ചാരിമേളം പിറന്നിട്ട് 5 നൂറ്റാണ്ട്. പഞ്ചാരിയുടെ ഉത്ഭവസ്ഥലമായ ഊരകത്ത് പഞ്ചാരിയുടെ 5-ാം നൂറ്റാണ്ടിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത ചമ്പുകാരനായ മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെ ആശയാവിഷ്കാരത്തിൽ ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനായ പണ്ടാരത്തിൽ രാമമാരാർ ചിട്ടപ്പെടുത്തിയതാണ് പഞ്ചാരിമേളം. AD 1525-1595 ആണ് മഴമംഗലത്തിന്റെ ജീവിതകാലമെന്നും 1550-ലാണ് കയ്യും കോലും സമ്പ്രദായത്തിലുള്ള പഞ്ചാരിയുടെ പിറവിയെന്നും കരുതപ്പെടുന്നു. പെരുവനത്ത് ഊരകത്തമ്മയുടെ പൂരത്തിനാണ് പഞ്ചാരിമേളം ആദ്യമായി കൊട്ടിയത്. 5-ാം നൂറ്റാണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി പഞ്ചാരിയുടെ സൃഷ്ടാക്കളായ മഴമംഗലം നാരായണൻ നമ്പൂതിരിക്കും പണ്ടാരത്തിൽ രാമമാരാർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ഊരകം ഗ്രാമം. അക്ഷരക്കാലം നിർവഹണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഊരകത്തമ്മ തിരുവടി ക്ഷേത്ര പരിസരത്തൊരുക്കുന്ന ഗ്രാമഹൃദയം വേദിയിൽ ശനി ഞായർ തീയതികളിലാണ് ചടങ്ങുകൾ നടക്കുക. ഊരകത്തമ്മ തിരുവടിയുടെ മുന്നിൽ പഞ്ചാരിക്ക് പ്രമാണം വഹിച്ചവരിൽ പ്രമുഖരായ തൃപ്പേക്കുളം അച്യുതമാരാരെയും പെരുവനം കുട്ടന്മാരാരെയും ആദരിക്കും. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് കുമ്മാട്ടി, വട്ടമുടി, പൂതം, കാള, കുതിര, കാവടി എന്നിവയുടെ അകമ്പടിയോടെ വാദ്യാഘോഷം പുറപ്പെട്ട് വൈകിട്ട് 4-ന് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര വീതിയിലെത്തും. പണ്ടാരത്തിൽ ശ്രീകുമാർമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം 5:15-ന് അരങ്ങേറും. മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെയും പണ്ടാരത്തിൽ രാമമാരാരുടെയും ചിത്രങ്ങളുടെ സ്ഥാപനവും നടക്കും. ചടങ്ങിന് മുന്നോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ കൊടിയേറ്റ് നിർവഹിക്കും. പഞ്ചാരിയുടെ ഐതിഹ്യം, ശാസ്ത്രം, ചരിത്രം എന്നിവ ഉൾപ്പെടുത്തി കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിമാരാർ രചിച്ച അക്ഷരക്കാലം പുസ്തകത്തിന്റെ സമർപ്പണവും നടക്കും. ഗ്രാമഹൃദയം വേദിയിൽ ഞായറാഴ്ച രാവിലെ മുതൽ തുയിലുണർത്തുപാട്ട്, ശാസ്താംപാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, അഷ്ടപതി, പണ്ടാരത്തിൽ കുട്ടന്മാരാർ നയിക്കുന്ന 10 നാഴിക സമ്പ്രദായത്തിൽ മേളം, കുറുംകുഴൽ കച്ചേരി എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ പഞ്ചവാദ്യം അരങ്ങേറും. വൈകിട്ട് 5-ന് നടക്കുന്ന പുരസ്കൃതി സദസ്സ് പ്രവാസി വ്യവസായി CK മേനോൻ ഉദ്ഘാടനം ചെയ്യും. ഗീതാ ഗോപി MLA അധ്യക്ഷയാകും. ചലച്ചിത്ര നടൻ മധു ബഹുമതികൾ പ്രഖ്യാപിക്കും. തൃപ്പേക്കുളം അച്യുതന്മാരാർ, പണ്ടാരത്തിൽ കുട്ടന്മാരാർ എന്നിവർക്ക് വീരശൃംഖല സമർപ്പിക്കും. TCV ന്യൂസ്, ചേർപ്പ്. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ലാസറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ബ്രഹ്മകുളം ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വടക്കാഞ്ചേരി ഇടവക വികാരി ഫാദർ ദേവസി പന്തലുക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി.
ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വി ഗാർഡ് ഗ്രൂപ്പ് ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പിള്ളിയെ പുരസ്കാരം നൽകി ആദരിക്കും. ട്രസ്റ്റിന്റെ 3ാം വാർഷിക യോഗത്തിൽ മാനേജിംഗ് ട്രസ്റ്റി ഇ.പി. മൂസ ഹാജി പുരസ്കാരം സമ്മാനിക്കും. ചാവക്കാട് MRRM ഹൈസ്കൂൾ അങ്കണത്തിൽ ഈ മാസം 11 രാവിലെ 10 പുരസ്കാര ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികളായ VM സുകുമാരൻ, PV അബ്ദു എന്നിവർ അറിയിച്ചു. മാള സ്നേഹഗിരി തിരുഹൃദയ ദേവാലയത്തിലെ തിരുനാളിനെ ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിൽ കൊടിയേറ്റി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ കുര്യാക്കോസ് കച്ചിറമറ്റം കാർമ്മികത്വം വഹിക്കും. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPI ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. ചേർപ്പിൽ നിന്നാരംഭിച്ച ജാഥ പെരുമ്പിളിശ്ശേരിയിൽ സമാപിച്ചു. CPI ചേർപ്പ് ലോക്കൽ സെക്രട്ടറി PV ഭരതൻ, KM അക്ബർ, PV സദാനന്ദൻ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. പുന്ന ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 62ാമത് സ്വലാത്ത് വാർഷികം നടന്നു. അബ്ദുൽ സലാം സഖാഫി മാളിയേക്കൽ പ്രഭാഷണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി വടകര തണൽ കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് തായംകുളങ്ങരയിൽ ബോധവൽക്കരണ ക്യാമ്പും തെരുവ് നാടകവും അരങ്ങേറി. ഗ്രാമപഞ്ചായത്ത് അംഗം ജെൻസൺ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ICDS സൂപ്പർവൈസർ ജയന്തി, സുജാത തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 7, 11 വാർഡുകളിലെ പൊതുജനങ്ങൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 7ാം വാർഡ് അംഗം സാജിദ പുതിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി ക്ഷേമസമിതി നാട്ടിക ഏരിയ സമ്മേളനം ഏങ്ങണ്ടിയൂരിൽ ആരംഭിച്ചു. ഏങ്ങണ്ടിയൂരിൽ നിന്ന് പുക്കുളങ്ങരയിലേക്ക് നടന്ന പ്രകടനത്തിന് ശേഷം പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമസമിതി ഏരിയ പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായിരുന്നു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ, പ്രൊഫസർ KD ബാഹുലയൻ, KR സാംബശിവൻ എന്നിവർ സംസാരിച്ചു. പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കൊടകരയിൽ പ്രകടനം നടത്തി. ശ്യാംഭാവി രാജൻ, അജിത രാധാകൃഷ്ണൻ, ടെസി ഫ്രാൻസിസ്, അമ്പിളി സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലപ്പള്ളി താലൂക്ക് സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരമിത്ര അവാർഡ് ജേതാവ് PA ബാലന് സ്വീകരണം നൽകി. സംസ്ഥാന സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ EK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. തലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിബു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ P സുലൈമാൻ, NR രാധാകൃഷ്ണൻ, CV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ഷീരസംഘം ഭാരവാഹികൾക്കുള്ള പരിശീലന ക്ലാസും ഇതോടൊപ്പം നടന്നു. CPI പുന്നയൂർക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി. പുന്നൂക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആൽത്തറ സെന്ററിൽ സമാപിച്ചു. KR വാസു, KS ഭാസ്കരൻ, M നജീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര ആളൂരിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ മോഷ്ടിച്ചതായി പരാതി. വാഴപ്പള്ളി ഫ്രാൻസിസിന്റെ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ടാറ്റ ഇൻഡിഗോ കാറാണ് വ്യാഴാഴ്ച രാത്രി മോഷണം പോയത്. കൊടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദീൻ മന്ദലാംകുന്ന് ബദർപള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം മന്ദലാംകുന്ന് എടയൂരിൽ യോഗം സംഘടിപ്പിച്ചു. അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മന്ദലാംകുന്ന് ബദർപള്ളി യൂണിറ്റ് പ്രസിഡന്റ് MP അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. പാചകവാതക വിലവർദ്ധനവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് മുൻപേ കൊടുങ്ങല്ലൂരിൽ സിലിണ്ടർ വിതരണം നിർത്തിവച്ച ഇൻഡെയിൻ ഏജൻസി വിതരണം പുനരാരംഭിച്ചു. ഡിസംബർ 25-നാണ് പാചകവാതക വിതരണം ഇവിടെ നിർത്തിവച്ചത്. വിലവർദ്ധനവ് കാലേക്കൂട്ടി കണ്ട ഏജൻസി ഉപഭോക്താക്കളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇടവേള.
Who's with the patient? Achan. Okay. അച്ഛൻ വന്നില്ലേ? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ വിളിച്ച അച്ഛൻ എന്തായാലും വരുമെന്ന്. എത്തിയല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അച്ഛന്റെ മോള് തന്നെ. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. ഒന്നും കുടമായി വേണം പത്തരമാറ്റവൾക്ക് ഗാന്ധിമതം സ്വർണം ചാർത്തിടണം ഈ മതം സ്വർണം ചാർത്തിടണം. ഭീമ വടക്കേ സ്റ്റാൻഡിന് സമീപം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായുള്ള ചേന കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. VR വിജയൻ അധ്യക്ഷനായിരുന്നു. 2100 കിലോ ചേനയാണ് വിളവെടുത്തത്. കുളപ്പുരമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 3ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ അഷ്ടബന്ധ കലശവും വെള്ളി ഗോളക സമർപ്പണവും നടക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന ചടങ്ങ് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അഷ്ടബന്ധം ഉറപ്പിക്കൽ ചടങ്ങിനെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർഡംഗം K രാമചന്ദ്രൻ, കോർഡിനേറ്റർ KB സുഭാഷ്, സെക്രട്ടറി PK ശിവശങ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പഞ്ചവത്സര പദ്ധതി യോഗത്തിൽ നിന്ന് പൊതുമരാമത്ത് വർക്കിംഗ് ഗ്രൂപ്പിലെ ചില അംഗങ്ങളെ ഒഴിവാക്കിയതിനെ ചൊല്ലി തർക്കം. പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഒഴിവാക്കപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും തമ്മിലാണ് വാക്കുതർക്കമുണ്ടായത്. ഇതേ തുടർന്ന് പൊതുമരാമത്ത് വിഭാഗം യോഗം ഭാഗികമായി അലങ്കോലപ്പെട്ടു. അംഗങ്ങൾ വ്യക്തമായ മേൽവിലാസം നൽകാത്തതിനെ തുടർന്നാണ് പലരും ഒഴിവാക്കപ്പെട്ടതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ്, വൈസ് പ്രസിഡന്റ് KK ജോസ് എന്നിവർ പറഞ്ഞു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനാ യോഗം തളിക്കുളത്ത് ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായിരുന്നു. ശിശുക്കൾ, കൌമാരപ്രായക്കാർ, സ്ത്രീകൾ, വയോജനങ്ങൾ എന്നിവർക്ക് പുറമെ ജീവിതശൈലി രോഗികൾ, ഭിന്നശേഷിയുള്ളവർ എന്നിവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതാണ് പദ്ധതി പ്രവർത്തനങ്ങൾ. പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 3 ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ജനകീയ ചികിത്സാലയം സ്ഥാപിക്കും. രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പ്രാഥമിക പരിശോധനകൾക്കൊപ്പം മരുന്നുകളും ലഭ്യമാകും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ KU അരുണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് DEO AB ജയപ്രകാശ് എൻഡോമെന്റ് വിതരണം നടത്തി. സ്കൂൾ മാനേജർ KK ശങ്കരനാരായണൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക VC സുമ, അധ്യാപകരായ MT രംഗ, KK സുമതി, MU ഗിരിജ എന്നിവർക്ക് ഉപഹാരം നൽകി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ട്രാഫിക് സ്തംഭനം ഒഴിവാക്കുന്നതിനും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന് കോടാലി ലെജൻഡ് ഫാമിലി ക്ലബിന് വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് റോഡ് സുരക്ഷാ അവാർഡ് സമ്മാനിച്ചു. വെള്ളിക്കുളങ്ങര SI PJ സ്റ്റീഫനിൽ നിന്ന് ക്ലബ്ബ് ഭാരവാഹികളായ പീറ്റർ ചാലക്കൽ, KG ശശി, മനോജ് മുല്ലശ്ശേരി എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകുന്നതിന് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന കോടാലിയിലെ ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിനും വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ പാരിതോഷികം SI സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആദ്യകാലത്ത് ദാരിദ്ര്യം മൂലം രോഗങ്ങളുണ്ടായെങ്കിൽ ഇപ്പോൾ രോഗം മൂലം ദാരിദ്ര്യമുണ്ടാവുകയാണെന്ന് സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. സാമൂഹിക ക്ഷേമ സംഘടനയായ നീഡ്സിനെ NGOയുടെ അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി. KSTA ജില്ലാ സമ്മേളനം ശനിയാഴ്ച വടക്കാഞ്ചേരിയിൽ നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വരവർണ്ണ കൂട്ടായ്മയിൽ നിരവധി കലാപ്രതിഭകൾ പങ്കെടുത്തു.
പുതുക്കാട് മുപ്ലിയം റൂട്ടിൽ കെഎസ്ആർടിസി ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. കണ്ടക്ടറെ മർദ്ദിച്ച വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.